നമുക്ക് വാഗമൺ വഴി ഒന്ന് തേക്കടി വരെ പോയാലോ? ഇതിന്റെ മെയിൻ അട്രാക്ഷൻസ് ഒക്കെ ഞാൻ മുൻപ് വീഡിയോസായി ചെയ്തിട്ടുണ്ടെങ്കിലും ഇതൊരു കംപ്ലീറ്റ് ഐറ്റിനറി കേട്ടോ. വെളുപ്പിന് 4 മണിക്ക് തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. തേക്കടിക്ക് പല റൂട്ടുണ്ടെങ്കിലും വാഗമൺ വഴി പോകാന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. കാരണം മുൻപും പറഞ്ഞിട്ടുണ്ടല്ലോ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാൻ തന്നെ. പിന്നെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള മാജിക് കാർപ്പറ്റിലും ഗ്ലാസ് ബ്രിഡ്ജിലൊക്കെ കയറിയിട്ട് പിന്നെ നേരെ തേക്കടിക്ക് വിട്ടു. ഗ്ലാസ് ബ്രിഡ്ജ് വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. പക്ഷെ മെയിൻ പ്രശ്നം എന്തായിരുന്നു എന്ന് വെച്ചാൽ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറിയപ്പോൾ തന്നെ നിറയെ കോട വന്ന് മൂടി. പിന്നെ വ്യൂ ഒന്നും അത്ര ക്ലിയർ ആയിരുന്നില്ല. എന്നാലും അടിപൊളിയായിരുന്നു. ഇതിൽ കൂടെ നടക്കുമ്പോൾ നെഞ്ചൊക്കെ ഒന്ന് കിടുങ്ങും. പിന്നെ അവിടേക്ക് ഒന്ന് ചുറ്റി നടന്ന് കോടയൊക്കെ ആസ്വദിച്ചിട്ട് പതുക്കെ ഞങ്ങൾ വിട്ടു. തിരിച്ച് തേക്കടിയിൽ നിന്ന് ഞങ്ങൾ കട്ടപ്പന വഴി വന്ന എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണ്. തേക്കടിക്ക് വാഗമൺ വഴിയാണ് അടിപൊളി. ഞാൻ ഇതുവരെ യാത്ര ചെയ്തതിൽ ഏറ്റവും അടിപൊളി വ്യൂ ആയിരുന്നു ഈ വഴിയിൽ. നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സിന്റെ ഭംഗിയൊക്കെ ശരിക്കും ആസ്വദിക്കാൻ പറ്റും. ഞങ്ങൾ വണ്ടിയൊക്കെ നിർത്തി പതുക്കെ ചായയൊക്കെ കുടിച്ച് ഊണൊക്കെ കഴിച്ച് അങ്ങനെയാണ് പോയിണ്ടായിരുന്നത്. വൈകിട്ട് ഒരു 3:30-4 മണിയോട് കൂടിയാണ് ഞങ്ങൾ തേക്കടിയിൽ എത്തിയത്. അങ്ങനെ വാഗമണിൽ നിന്ന് വീണ്ടും ഒരു 2.5-3 മണിക്കൂർ യാത്ര കഴിഞ്ഞിട്ട് ഞങ്ങൾ കുമളി ടൗണിലെത്തി. ശരിക്കും തേക്കടി എന്ന് പറയുന്നത് കുമളി തന്നെയാണ്. കുമളി ടൗണിൽ നിന്ന് 2 കിലോമീറ്ററൊക്കെ ഉള്ളൂ തേക്കടിയിലേക്ക്. കുമളി ടൗണിലാണ് ഞങ്ങൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ നേരെ റൂമിൽ പോയിട്ട് ഫ്രഷായി എലിഫന്റ് ജംഗ്ഷനിലേക്ക് വിട്ടു. അവിടുത്തെ ആനസവാരിയൊക്കെ കഴിഞ്ഞ് നാടൊക്കെ ഒന്ന് ചുറ്റിക്കണ്ട് രാത്രിയായപ്പോൾ ഞങ്ങൾ റൂമിലേക്ക്. ബാക്കി വിശേഷം നാളെ.